നട്ടുച്ചയ്ക്കൊരു ദൈവം. കഥ എഴുതിയത് സുനു എസ് തങ്കമ്മ. 42 ഡിഗ്രി വെയിൽ കത്തുന്നൊരു ഉച്ച നേരമായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ടുവന്ന് വാതിൽ തുറന്ന പെൺകുട്ടി കണ്ടു, കയ്യിൽ ഒരു സ്റ്റീൽ പ്ലേറ്റും മുഖത്തതിൻ്റെ തിളക്കവുമായി ഒരാൾ നിൽക്കുന്നു. ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാനാവാത്ത ആകർഷകമായ മുഖവും രൂപവും. മോടിയായി വസ്ത്രം ധരിച്ചിരുന്ന അതിന് 20 വയസ്സ് തോന്നിക്കുമായിരുന്നു. അപരിചിതത്വത്തോടെ നോക്കി നിൽക്കുന്ന പെൺകുട്ടിയോട് തൻ്റെ ആണും പെണ്ണുമല്ലാത്ത പതിഞ്ഞ ശബ്ദത്തിൽ കഴിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു. പുഞ്ചിരി കലർന്നൊരു ലജ്ജയോടെയായിരുന്നു ചോദ്യം. ഇല്ല എന്ന മറുപടിയോടെ വാതിൽ ചാരിയാലും അതേ പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കാനുള്ള ഭാവം. മറുപടിയൊന്നും പറയാതെ പെൺകുട്ടി ഉള്ളിലേക്ക് മുഖം തിരിച്ച് അമ്മയെ വിളിച്ചു. 2-3 വട്ടം. വിളി കേൾക്കാഞ്ഞപ്പോൾ അല്പം അക്ഷമയോടെ അവൾ വീട്ടിനുള്ളിലേക്ക് പോകാൻ ഭാവിച്ചു. അടുക്കളയിൽ നിന്നും കൈ കഴുകിയ വെള്ളം ഒരു ടവലിൽ തുടച്ചുകൊണ്ടപ്പോൾ അമ്മ അവിടേക്ക് വന്നു, ആരാണെന്നുള്ള ചോദ്യഭാവത്തോടെ. പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് ഒന്നും മനസ്സിലാകാതെ അവർ മകളെ നോക്കി. അവൾ ഒന്നും മിണ്ടിയില്ല. അത്ര മയമില്ലാത്തൊരു ശബ്ദത്തിൽ അതിനോട് തന്നെ എന്തായിരുന്നു എന്ന് ചോദിച്ചു. അത് വെറുതെ ചിരിച്ചു നിന്ന നിമിഷം പെൺകുട്ടി അമ്മയുടെ ചെവിയിൽ കാര്യം പറഞ്ഞു, ചെറിയൊരു കുസൃതിയോടെ. അമ്മയുടെ മുഖഭാവത്തിന് അപ്പോഴൊരു അയവ് വന്നു. അവരതിനെ ശരിക്കും ഒന്ന് നോക്കി വിലയിരുത്തി. ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാനായില്ല. ഉച്ചച്ചൂടിലത് ആകെ വിയർത്തൊലിക്കുന്നു. ജലാംശമല്ലാതെ വശ്യമായ രൂപഭംഗിയിൽ നിന്നും ഒരിറ്റുപോലും ഉരുകിയൊലിച്ചിരുന്നില്ല. അതിനെ മാത്രം നോക്കി ഒരന്തിമ വിധിക്ക് മുതിരാതവർ പിന്നിലെ വെയിൽ കത്തുന്ന മുറ്റത്തേക്കും ഗേറ്റിന് വെളിയിലെ ഇടവഴിയിലേക്ക് നോക്കി അപരിചിതമായതൊന്നും കണ്ടില്ല. കേറി വാ എന്ന് പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചെങ്കിലും വല്ലാത്തൊരു ആശങ്കയും ഭയവും അവരെ പിടികൂടി. പ്രതിരോധിക്കാനാവാത്ത ഏതോ അദൃശ്യ ശക്തിക്ക് അടിപ്പെട്ടു പോവുകയാണെന്നൊരു തോന്നൽ. അതിനെ സ്വന്തം മനക്കരുത്തുകൊണ്ട് അതിജീവിക്കുന്ന നിമിഷം ശബ്ദമുയർത്തി, വേണ്ട, അവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു പോകുമോ എന്നവർ ഭയപ്പെട്ടു. പെൺകുട്ടി അപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നു നിന്നൊന്ന് തിരിഞ്ഞു നോക്കി. കരിനീല നിറത്തിലുള്ള കുട്ടിപ്പാവാടയ്ക്ക് താഴെ അവളുടെ കൊഴുത്തുരുണ്ട കാലുകൾ അനാവൃതമായിരുന്നു. വേണോ വേണ്ടയോ എന്ന ആശങ്കയോടെ നീങ്ങിയ അവർക്കു പിന്നാലെ തൻ്റെ പുഞ്ചിരി വിടാതെ അതും നീങ്ങി. പെൺകുട്ടി ഇടയ്ക്കിടെ തിരിഞ്ഞ് ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. തനിക്കും അമ്മയ്ക്കും അവൻ്റെ ചെവിക്കൊപ്പമേ ഉയരമുള്ളൂ എന്നവൾ കണ്ടു. സുഗന്ധലേപനങ്ങളുടേതല്ലാത്ത ഏതോ കാട്ടുപൂക്കളുടേതുപോലെ നേർത്തൊരു ഗന്ധം അവിടമാകെ പരന്നിരുന്നു. അടുക്കളയിൽ നിന്നും അപ്പോൾ എന്തോ വാരി വായിലിട്ട് ചവച്ചുകൊണ്ട് 12കാരൻ അനിയൻ അവിടേക്ക് വന്നു. ആരെന്നോ എന്തെന്നോ അറിയാത്തൊരു സംശയഭാവം അവൻ്റെ മുഖത്തുമുണ്ടായി. അമ്മയെ മുട്ടിയുരുമി അവരുടെ കൈകൾക്കിടയിലൂടെ കൈകോർത്തു പിടിച്ചായിരുന്നു ഇപ്പോൾ പെൺകുട്ടിയും നീങ്ങിയിരുന്നത്. മകൾ പറഞ്ഞതൊന്നും അവരപ്പോൾ കേട്ടില്ല. ഏത് നിമിഷവും താനോ മകളോ പിന്നിൽ നിന്ന് ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭയം അവരുടെ നെഞ്ചിടിപ്പ് കാതിലേക്കുയർത്തി. അനിയൻകുട്ടി അടുത്ത് വന്ന് ആരാ അമ്മീ എന്ന് അടക്കി ചോദിച്ചു. അവൻ്റെ കടന്നുവരവ് അവർക്ക് കൂടുതൽ ധൈര്യം നൽകിയെങ്കിലും പെൺകുട്ടിക്ക് അവൻ അപ്പോഴൊരു ശല്യമായാണ് തോന്നിയത്. അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ അതൊരാള് എന്നവരൽപ്പം ശബ്ദമുയർത്തി പറഞ്ഞു. അടുക്കള എത്തിയതും പെൺകുട്ടി അമ്മയെ വിട്ട് ഒരടയാളം കാട്ടും പോലെ വാഷ് ബേസിന് നേരെ നീങ്ങി. അമ്മ ഗൗരവം വിടാതെ വിളമ്പാൻ കണ്ണുകാട്ടിയതും അത്യുത്സാഹത്തോടെ അവൾ വിളമ്പാൻ പോയി. അമ്മയുടെ ആശങ്കയും സംശയവും വളർത്താൻ പോന്നത്ര തിടുക്കം അവളുടെ മുഖത്തും ചലനങ്ങളിലും ഉണ്ടായിരുന്നു. അത് കൈ കഴുകുമ്പോൾ ഒരു പ്രതിരോധത്തിനുള്ള അകലമിട്ടവർ ഇമ ചിമ്മാതെ നോക്കി നിന്നു.
തൻ്റെ രൂപഭാവങ്ങൾക്ക് യോജിക്കാത്ത വിധം അതിൻ്റെ വിരലുകളിൽ ചെളിമണ്ണ് കുഴഞ്ഞു പിടിച്ചിരുന്നു. കൈകൾ കൂട്ടിയുരച്ച് കഴുകുമ്പോൾ ചോരക്കറയുടെ നിറം പോലെ വാഷ് ബേസിനിൽ വീണ് അത് ഒഴുകിപ്പോയി. അതിൻ്റെ രൂപഭാവങ്ങളും വസ്ത്രധാരണവും പരിമളവുമെല്ലാം ഏതോ സമ്പന്ന കുടുംബത്തിലെ സന്തതിയാണെന്ന് തോന്നിക്കുമാറായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പോന്ന ചോദ്യങ്ങളൊന്നും അവരുടെ നാവ് വിട്ട് പുറത്തു വന്നുമില്ല. ഭക്ഷണമെടുത്ത് ടേബിളിൽ വച്ച ശേഷം പെൺകുട്ടി വന്ന് വീണ്ടും അമ്മയെ മുട്ടിയുരുമി നിന്നു. അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവൻ കൈ കഴുകി വന്ന് തൻ്റെ കയ്യിലെ സ്റ്റീൽ പ്ലേറ്റ് മുന്നിൽ വച്ച ശേഷം തറയിലേക്ക് ചമ്രം പടഞ്ഞിരുന്നു. ഇവിടെ ഇരുന്നോളൂ. അല്പം മുൻപോട്ട് കടന്നു നിന്ന് ടേബിളിലേക്ക് കൈകാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. വേണ്ട, ഇവിടെ മതി. ലജ്ജയിൽ നിന്നും മുഖമുയർത്താതെ അത് പറഞ്ഞു. പെൺകുട്ടി ഒരു നിമിഷമൊന്നും അടിച്ചു നിന്ന ശേഷം അമ്മയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ടേബിളിൽ നിരത്തി വച്ചിരുന്ന ചോറും കറികളും ഒന്നൊന്നായി എടുത്ത് അവന് മുന്നിൽ തറയിലേക്ക് വെച്ചു കൊടുത്തു. അതിൽ മീൻ പൊരിച്ചതും സാമ്പാറും തോരനും കറിയും അച്ചാറും ഉണ്ടായിരുന്നു. അവനത് കൊതിയോടെ തൻ്റെ പ്ലേറ്റിലേക്ക് പകർന്നു വെച്ച് രുചിയോടെ കഴിച്ചു തുടങ്ങി. ചോറിനും കറിക്കും അപ്പുറത്തുള്ളതെല്ലാം വിസ്മരിച്ച പോലെ. തനിക്ക് ചുറ്റും 3 ജോഡി കണ്ണുകളും 3000 ചിന്തകളും വലം വെച്ച് പറക്കുന്നത് കാണാതെ. ഏതോ പുന്നാരം പറഞ്ഞടുത്തു കൂടിയ അനുജനെ പെൺകുട്ടി ദേഷ്യത്തോടെ തള്ളിയകറ്റി. അതോടെ അവർക്കിടയിൽ ചെറുപ്പകാലം മുതൽക്കേ വളർന്നു വന്നിരുന്ന കീരിയും പാമ്പും ഉണർന്ന് പതുക്കെ ചീറ്റി തുടങ്ങി. അനിയൻ അവളെ പിച്ചി നോവിച്ചിട്ട് ഓടിയകന്ന് കൊഞ്ഞനം കാട്ടിയപ്പോൾ അവൾ അവനു നേരെ പല്ലുറുമ്മിക്കൊണ്ട് എന്തോ പിറുപിറുത്തു. അമ്മ അത് കണ്ട് അവനെ മാറിപ്പോകാൻ ശകാരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അപ്പോഴവിടേക്ക് പൊട്ടി വീണതുപോലെ അത് മുഖമുയർത്തി. 3 നോട്ടങ്ങൾ ഏറ്റുവാങ്ങി ആ മുഖം ചുവന്നു തൊടുത്തു. പെട്ടെന്നൊരു ധൈര്യത്തിൽ മുൻപോട്ട് കടന്നു നിന്ന പെൺകുട്ടി, ചോറ് കുറച്ചൂടെ എന്ന് ചോദിച്ചു. അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതാണ് അവൾ അത് ചോദിച്ചത്. മതി മതി എന്ന് പറഞ്ഞ് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് കുടിച്ചു. എരിവെയിലിനും ദേഹത്തിനുമിടയിൽ വീടിൻ്റെ മേൽക്കൂര ഇല്ലാത്തതുപോലെ അത് വിയർത്തൊഴുകുകയായിരുന്നു. പ്ലേറ്റും എടുത്ത് കൈ കഴുകുവാൻ എഴുന്നേറ്റതും അമ്മയുടെ ആദി കൂടി. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കിനി ഏതാനും സെക്കൻഡുകൾ മാത്രമേയുള്ളൂ എന്ന തോന്നൽ അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടി. കൈകാലുകളുടെ ബലം ചോർത്തി. അത് കൈയും മുഖവും പ്ലേറ്റും കഴുകിക്കൊണ്ടിരിക്കെ എന്തെങ്കിലും ഒരു അപകട സൂചന നൽകി മകളെ അവിടെ നിന്നും മാറ്റിവിടാനാവുന്നില്ലല്ലോ എന്നോർത്തവർ സ്തംഭിച്ചു നിന്നുപോയി. ഭയം കൊണ്ട് തൊണ്ട വരണ്ടു. മകൾ അപ്പോൾ ഇമ ചിമ്മാതെ അതിനെ നോക്കി മുഴുകി നിൽക്കുന്നത് അവർ കണ്ടു. അവളുടെ സ്വയം നഷ്ടപ്പെട്ട ആകൃഷ്ടഭാവം അവരാദ്യം കാണുകയായിരുന്നു. തൻ്റെ മകൾ ഒറ്റയ്ക്കൊരു ലോകം പേറുന്ന സ്ത്രീയായി മാറുന്നത് അവർ കണ്ടറിഞ്ഞു. ദിവ്യത്വത്തിനപ്പുറം അത് ആണാണോ പെണ്ണാണോ എന്ന സംശയം അവർക്ക് വീണ്ടും ഉണ്ടായി. അത്തരം കുറുക്കുവഴികൾ കൊണ്ടൊന്നും അതിൻ്റെ മായിക വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. കൈയും മുഖവും കഴുകി അത് തൊട്ടടുത്ത് എത്തിയപ്പോഴും അവർ അതേ നിശ്ചലത തുടർന്നു. അതിൻ്റെ ദേഹത്തെവിടെയെങ്കിലും നിന്ന് ഒരു കുരിശിൻ്റെയോ കുറിയുടെയോ അടയാളം തിരഞ്ഞ് അവരുടെ കണ്ണുകൾ ഉഴറി. ഗൂഢമായൊരു പുഞ്ചിരിയല്ലാതെ ചെറിയൊരു താക്കോൽ പഴുതുപോലുമില്ല. അതോടെ ആ മാന്ത്രിക പ്രഭാവത്തിന് മുഴുവനായും കീഴ്പ്പെട്ട് കഴിഞ്ഞതായി അവർക്ക് തോന്നി. പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചുകൊണ്ട് അത് തൻ്റെ പതിഞ്ഞ സ്വരത്തിൽ പോട്ടെ എന്നു പറഞ്ഞു, ആരോടെന്നില്ലാതെ. പിന്നെ ലജ്ജയിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. അവൻ പോട്ടെ എന്ന് പറഞ്ഞത് തന്നോട് മാത്രമാകാഞ്ഞതിൽ പെൺകുട്ടിക്ക് പരിഭവം തോന്നി. പുറത്തേക്ക് നടക്കവേ മായിക വലയത്തിൽ അകപ്പെട്ടിട്ടെന്ന പോലെ പെൺകുട്ടിയും ആൺകുട്ടിയും അതിന് പിന്നാലെ നയിക്കപ്പെട്ടു. 2 സ്വപ്നാടകരെ പോലെ. അമ്മയപ്പോൾ ആ മാന്ത്രിക ശക്തി ഭേദിച്ചിട്ടെന്ന പോലെ മകളെ പേരെടുത്ത് വിളിച്ചു, ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ. അവളും അപ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാകട്ടെ ഒന്ന് നിൽക്കുകയോ നോക്കുകയോ ചെയ്യാതെ തൻ്റെ പതിഞ്ഞ കാലടികളോടെ പുറത്തേക്ക് നടന്നുപോയി.
എല്ലാം വെറും തോന്നലായിരുന്നു എന്ന് അമ്മയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മകനും അതിന് പിന്നാലെ വീടിന് വെളിയിലേക്ക് പോയി. വിട്ടൊഴിഞ്ഞു പോകുന്ന ഭയം തൊട്ടടുത്ത ചുവരുകളെ നേർത്ത പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ തോന്നി. അവർക്കൊരു ക്ഷീണവും തലചുറ്റലും അനുഭവപ്പെട്ടു. നിലത്തേക്ക് വീണു പോകുമോ എന്ന് തോന്നിയെങ്കിലും നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചുകൊണ്ട് അവരാ തോന്നലിനെ അവഗണിച്ചു. അത് പോയ വഴിക്ക് നഷ്ടബോധത്തോടെ കണ്ണുനട്ട് നിൽക്കുന്ന മകൾ ഒന്നും അറിഞ്ഞില്ലെന്നോർത്തവർ ആശ്വസിച്ചു. വീടിന് വെളിയിലേക്ക് പോയ ആൺകുട്ടിയപ്പോൾ മുറ്റത്തു നിന്നും അവ്യക്തമായ ശബ്ദത്തിൽ എന്തോ വിളിച്ചു പറയുന്നത് കേട്ടു. മകൾ ഓടിയതിനു പിന്നാലെ അവരും വീണ് കിടന്നിടത്തു നിന്നും എണീറ്റെന്ന പോലെ പുറത്തേക്ക് ഓടി. അവിടെ മതിലിനോരം ചേർന്ന് തറയോടിളക്കി ഏതാനും മരത്തൈകൾ, തീരെ ചെറിയ തൈകൾ നട്ടുവെച്ചിരിക്കുന്നു. ആകാംക്ഷ കൊണ്ട് വിടർന്ന കണ്ണുകളോടെ പെൺകുട്ടി അതിനടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നാലെ അമ്മയും. വെയിലേറ്റു വരണ്ട മണ്ണിൻ്റെ കാഠിന്യം വെള്ളമൊഴിച്ചു കുതിർത്ത് ചെറിയൊരു കമ്പോ കുറ്റിയോ കൊണ്ട് മണ്ണിളക്കിയായിരുന്നു തൈകൾ ഓരോന്നും നട്ടുവെച്ചിരുന്നത്. പൈപ്പിൽ നിന്നും വെള്ളമെടുക്കാൻ ഉപയോഗിച്ച വലിയൊരു ചിരട്ടയും പുതുമണ്ണിനൊപ്പം അവിടെ കണ്ടു. തൈകൾ ഓരോന്നിനും ചെറിയ ചുള്ളൽ കമ്പുകൾ ഒടിച്ച് വേലിയും നാട്ടിയിരുന്നു. കത്തുന്ന ഉച്ചവെയിലും വാടാതവ പ്രസരിപ്പോടെ നിന്നു. ഒരു സ്കൂൾ ടീച്ചറായിരുന്ന അമ്മ കുറച്ചുനാൾ മുമ്പ് മരങ്ങളും മരക്കവികളും എങ്ങനെയെല്ലാം മനുഷ്യവിരുദ്ധമാകുന്നു എന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. അത് പിഴുതെറിയാനാണ് തോന്നിയതെങ്കിലും മക്കൾ അവയ്ക്ക് വെള്ളം നനയ്ക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്നവർ ഒച്ചയടക്കി ഒന്ന് മൂളി. ഉച്ചവെയിലും വാടാതവ നിന്ന് പുഞ്ചിരിച്ചു.